ഇന്നത്തെ ടോപ്പിക് ഹാൻഡ്, അതായത് കൈയുടെ ഇഞ്ചുറീസിനെ പറ്റിയാണ്. ജസ്റ്റ് ഒരു ബേസിക് ഔട്ട്ലൈൻ തരാനാണ്. ഓർത്തോപെഡിക്സിൽ ഏത് ഇഞ്ചുറി വന്നാലും ഏറ്റവും പെട്ടെന്ന് മൊബിലിറ്റിയാണ് പ്രാധാന്യം. വിരൽ അനക്കിക്കൊണ്ടിരിക്കണം. അനക്കിയില്ലെങ്കിൽ എന്താ പറ്റുക? ഒരു സ്റ്റിഫ് ഹാൻഡായി മാറും. ഒരു സ്റ്റിഫ് ഹാൻഡ് ഒരു സ്റ്റിഫ് ജോയിൻറ്റ്, വഴക്കങ്ങളില്ലാത്ത ജോയിൻറ്റ് ഒരു യൂസ്ലെസ് ജോയിൻ്റാണ്. നമ്മൾ നോക്കുക, നമ്മളുടെ ജോയിൻറ്റിൽ കണ്ടില്ല ഭയങ്കര ചെറുതാണ്. ഇത് ഉറച്ചു പോയാൽ ചികിത്സിക്കാൻ ഭയങ്കര പാടാണ്. മൊബിലിറ്റി കിട്ടില്ല, ആ വഴക്കങ്ങൾ കിട്ടില്ല. ഈ ജോയിൻറ്റ് അല്ലെങ്കിൽ ഈ ജോയിൻറ്റ് പോലെയല്ല. ഇത് ഉറച്ചു പോയാൽ നമുക്ക് മസിൽസ് ഉള്ള കാരണം പെട്ടെന്ന് നമുക്ക് മൊബിലൈസ് ചെയ്യാം. പക്ഷേ കൈയുടെ ഇഞ്ചുറീസ് അങ്ങനെയല്ല. സോ ഏത് ഇഞ്ചുറി ആയാലും, ചതവായാലും ലിഗമെൻ്റ് ഇഞ്ചുറി ആയാലും ടെൻഡൻ അതായത് ഞരമ്പിൻ്റെ കട്ടായാലും എല്ല് പൊട്ടിയാലും ഏറ്റവും പെട്ടെന്ന് നമ്മൾ മൊബിലിറ്റിയാണ് നോക്കുക. ഏറ്റവും കൈ അനക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ എക്സാമ്പിൾ പറയാം. കൈയുടെ വിരൽ എല്ല് ഒടിഞ്ഞെന്ന് വെച്ചാൽ പെയിൻ കാരണം നമ്മൾ അനക്കില്ല. സോ എന്താ ചെയ്യേണ്ടത്? ആ പൊട്ടിയ എല്ല് ഒരു ചെറിയ പിൻ വെച്ച് ഉറപ്പിക്കും. പിൻ വെച്ച് ഉറപ്പിക്കുമ്പോൾ എല്ലുകളിങ്ങനെ ആടില്ല. ആടാത്ത കാരണം പെയിൻ ഉണ്ടാവില്ല. ആടാത്ത കാരണം നീരുണ്ടാവില്ല. നീരില്ലാത്ത കാരണം വിരലനക്കാം. സോ എല്ലും സെറ്റാവും, ജോയിൻറ്റ് ഉറച്ചു പോവില്ല, ഫങ്ഷനും കിട്ടും. താങ്ക് യു.